കഴിഞ്ഞ ദിവസമാണ് 2 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഉള്ള ഒരു റിട്ടയർഡ് NRI എന്നെ കാണാനായിട്ട് വന്നത്. അദ്ദേഹത്തിന് ഈ 2 കോടി രൂപ കൃത്യമായിട്ട് നിക്ഷേപിച്ചിട്ട് ഇനി ഭാവിയിലുള്ള കാര്യങ്ങളും ഭാവിയിൽ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അല്ലാതെയുള്ള കുറെ ചെലവുകളും നടത്തുന്നതിനായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ സപ്പോർട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് അദ്ദേഹം വന്നത്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി മികച്ചത് എന്ന് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും തോന്നുന്ന ഒരു പ്ലാൻ അദ്ദേഹത്തിന് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. ആ പ്ലാനിന്റെ ഡീറ്റെയിൽസും നമ്മൾ ചെയ്തിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള തെറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ടൊന്ന് മുന്നോട്ട് പോകാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് 2 കോടി രൂപയുണ്ട്. ആ 2 കോടി രൂപ മുഴുവനായിട്ട് കിടക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിലാണ്. NRI ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ടാക്സ് ഇല്ലാതെയാണ് കിട്ടുന്നത്. പക്ഷേ ഈ NRI ഡെപ്പോസിറ്റുകൾ മെച്ചുവർ ആയതിനു ശേഷം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ NRI അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി കൺവേർട്ട് ചെയ്യാനുള്ള കുഴപ്പം എന്താ, നമ്മൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് വരുമാനം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ 10% നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ളത്. അപ്പോൾ ടാക്സും TDS ഒക്കെ സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള സംഗതിയാണ്. അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് കരുതുന്ന ആളുകൾ ഒരു കാരണവശാലും കുറെ അധികം എമൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റുന്നത് അത്ര നല്ലൊരു കാര്യമല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു മോശം ഇൻസ്ട്രുമെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കയ്യിലുള്ള മുഴുവൻ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും പിൻവലിച്ചിട്ട് അത് മറ്റുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളത്, അതും ഒറ്റയടിക്കൊന്ന് മാറ്റുക എന്നുള്ളത് ഒട്ടും നല്ല കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന ഈ പ്ലാനിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കുറെ എമൗണ്ട് നമ്മൾ പല കാര്യങ്ങളിലേക്കായിട്ട് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ മാറ്റുന്നത് ഓരോ ഫിക്സഡ് ഡെപ്പോസിറ്റും മെച്ചുവർ ആവുന്ന സമയത്ത് മാത്രമാണ്. അതായത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റും പ്രീമെച്ചുവർ ആയിട്ട് മുൻകൂറായിട്ട് ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മുൻകൂറായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, കിട്ടേണ്ട ഇൻട്രസ്റ്റിനേക്കാൾ വളരെ ചുരുങ്ങിയ എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ഫൈൻ വന്നുകൊണ്ട് നമ്മുടെ ഇൻട്രസ്റ്റിന് കാര്യമായിട്ടുള്ള ക്ഷതം വരുത്തും എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് മറ്റുള്ള ഇൻസ്ട്രുമെന്റിലേക്ക് മാറുക എന്നുള്ളതാണ് നിങ്ങളെ പോലുള്ള സാധാരണക്കാർ, ഈ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സാധാരണക്കാർ ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ ഇട്ടത് തന്നെ നിങ്ങൾ പലപ്പോഴും ഈ സ്റ്റോക്കുകളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇടാനുള്ള ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ പലരും പറയും. അങ്ങനെ പറയുന്നവർക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് റിസ്ക് കുറഞ്ഞുകൊണ്ട് നിക്ഷേപിക്കാനുള്ള പല മ്യൂച്വൽ ഫണ്ടുകളും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അത്തരം മ്യൂച്വൽ ഫണ്ടുകളെ പറയുന്ന പേരാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. അതായത് ഗവൺമെന്റിന്റെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രൈവറ്റ് കമ്പനികളുടെയും ഒക്കെ ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകളാണ് ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. ഡെറ്റ് ഫണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പോലെ തന്നെ ഒരു 7 മുതൽ 9% വരെയൊക്കെ പലിശ തരുന്ന നിക്ഷേപങ്ങളാണ് എന്നുണ്ടെങ്കിലും, അത് നമ്മൾ ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്കത് ഒരു ഉപകാരത്തിലേക്ക്, കാര്യമായിട്ടുള്ള ഉപകാരത്തിലേക്ക് വരാനുള്ള സാധ്യതയില്ല. കാരണം എന്താ, ഓരോ വർഷം കഴിയും തോറും നമ്മളുടെ ബൈയിങ് പവർ, നമ്മുടെ പണത്തിനുള്ള ഒരു മൂല്യം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ മൊത്തം എമൗണ്ടും ഫിക്സഡ് ഡെപ്പോസിറ്റിലുള്ള ആളുകൾ കുറച്ച് എമൗണ്ട് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാറ്റുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പക്ഷെ മൊത്തം എമൗണ്ടും അങ്ങോട്ട് മാറ്റുകയല്ല വേണ്ടത്, മറ്റുള്ള കാര്യങ്ങളും കൂടെ നോക്കണം എന്നുള്ളത്. എങ്ങനെയാണ് ഞാൻ ഇദ്ദേഹത്തെ ഈ 62 വയസ്സായിട്ടുള്ള റിട്ടയർമെന്റ് തയ്യാറായി നിൽക്കുന്ന NRI സഹായിച്ചത് എന്നുള്ളത് ഈ വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടിൽ പറയാം. ഇപ്പോ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് ഡെറ്റ് ഫണ്ടുകളിലേക്ക് മൂവ് ചെയ്തുള്ള 2-3 ഗുണങ്ങളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെക്കാൾ ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ദോഷങ്ങളും കൂടെ പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ലിക്വിഡിറ്റി താരതമ്യേന കുറവാണ്. ലിക്വിഡിറ്റി വിത്തൗട്ട് ഫൈൻ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് നമ്മൾ ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു വർഷത്തിന് മുൻപ് പിൻവലിക്കുമ്പോൾ അതിന് ഒരു ഫൈൻ വരുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു പ്രശ്നം എവിടെയില്ല, ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലില്ല. നിങ്ങൾ ഇന്ന് നിക്ഷേപിച്ചിട്ടുള്ള പണം നാളെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഫൈനും ഇല്ലാതെ തിരികെ എടുക്കാം, മിക്കവാറും എല്ലാ ഫണ്ടുകളിലും. ചില ഫണ്ടുകളിൽ 7 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഈ ലിക്വിഡിറ്റി പ്രശ്നം ഒരു പരിധി വരെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടാക്സ് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിലാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ FDയേക്കാൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. അതായത് നമ്മൾ പിൻവലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് മാത്രമേ നമ്മൾ, അതിന്റെ ലാഭത്തിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. അതല്ല, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ 1 ലക്ഷം രൂപയിട്ട് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പലിശക്ക് നിങ്ങൾ അപ്പോൾ തന്നെ ടാക്സ് കൊടുക്കണം. ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ 1 ലക്ഷം രൂപ ഇന്നിട്ടിട്ട് നിങ്ങൾ 2 വർഷം കഴിഞ്ഞാണ് പിൻവലിക്കുന്നതെങ്കിൽ ആ സമയത്ത് അതിന് എത്രയാണോ വില, അത് നമുക്ക് എത്ര ലാഭം തന്നു ആ ലാഭത്തിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ടാക്സേഷന്റെ കാര്യത്തിലും കുറച്ച് എഫിഷ്യന്റ് ആണ് ഈ
ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കുറച്ച് ഒരു 0.5%, 1% ഒക്കെ കൂടുതൽ കിട്ടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ റിട്ടേൺ മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു റിസ്കിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള പല റിസ്ക് ഗ്രേഡുള്ള ബോണ്ടുകൾ നിക്ഷേപിക്കുന്ന കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളിലൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത്തരം ഫണ്ടുകളിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിസ്ക് ഉള്ള ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഫണ്ടുകളിൽ നിക്ഷേപിച്ചാൽ പണം നമ്മളുടെ ബ്ലോക്ക് ആവാനോ അല്ലെങ്കിൽ നഷ്ടസാധ്യതയൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഉണ്ട്. പക്ഷേ നമ്മൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് നമുക്കൊരു സേഫ്റ്റി, ഒരു മനസമാധാനം എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത്ര ഒരു റിസ്ക് ഉള്ള തരത്തിലുള്ള ഫണ്ടുകളിലേക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. ഇനി അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടുള്ള പ്ലാനിലേക്ക് പോവാം. അതിനു മുൻപായിട്ട് ഈ പ്ലാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ അവസ്ഥയും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളും അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് രീതികളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ നിങ്ങൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം നടക്കണമെന്നില്ല. നിങ്ങളുടെ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണം, റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് 62 വയസ്സായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഉള്ള പണത്തിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ടാണ് പറഞ്ഞത്. ഒന്ന്, 6 വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള, ഇന്ന് മുതൽ 6 വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള പണം, 6 വർഷത്തിനും 10 വർഷത്തിനും ഇടയ്ക്കുള്ള പണം, 10 വർഷത്തിന് ശേഷം വേണ്ടി വരുന്ന പണം. ഇപ്പൊ 6 വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള പണം എന്ന് പറഞ്ഞാൽ അടുത്ത 6 വർഷം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ഉള്ള ചെലവുകൾ എന്ന് വേണമെങ്കിൽ കരുതാം. അതായത് ഇപ്പോൾ ഒരു 50,000 രൂപയാണ് അവരുടെ മാസ ചെലവ് എന്നുണ്ടെങ്കിൽ ഈ 50,000 രൂപ അടുത്ത ഒരു 72 മാസത്തേക്ക് എന്നുള്ള രീതിയിൽ ഒരു 36 ലക്ഷം രൂപയോളം എങ്കിലും വേണ്ടിവരും എന്നുള്ളതാണ്. ആ ഫണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനെ 3ആയിട്ട് തരംതിരിക്കാനായിട്ട് പറഞ്ഞു. അതായത് ഒരു 15 ലക്ഷം രൂപ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇടാൻ. പോസ്റ്റ് ഓഫീസിലുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. അതായത് 8.2% ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങൾക്ക് പലിശ കിട്ടുന്ന തരത്തിലുള്ള ഒരു സ്കീമാണ്. അടുത്തൊരു 10 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് നടക്കാൻ സാധ്യതയുള്ള ചെലവുകൾക്ക് ഒക്കെ ആയിട്ട് നമുക്ക് ആ പൈസ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഒരു 11 ലക്ഷം രൂപ നല്ല ക്വാളിറ്റിയുള്ള ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ടുകളിൽ അതുപോലെ കുറച്ച് ലോങ് ടേം ഡെറ്റ് ഫണ്ടുകളിലുമായിട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ആ 36 ലക്ഷത്തിനെ 15, 10, 11 എന്നുള്ള രീതിയിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിലും FDകളിലും ബോണ്ട് ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലും ഇടാനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ 6 വർഷത്തേക്ക് അദ്ദേഹത്തിന് മാർക്കറ്റുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പൈസ അതിൽ നിന്ന് കിട്ടും. 6 മുതൽ 10 വർഷത്തേക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസിന് ഒരു 30 ലക്ഷം രൂപ ഒരു ഇൻഡെക്സ് ഫണ്ടിലും ഒരു ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിലും ഒരു മൾട്ടി അസറ്റ് ഫണ്ടിലും 10 ലക്ഷം രൂപ വെച്ച് ഇടാനായിട്ടാണ് പറഞ്ഞത്. ഈ 10 ലക്ഷം രൂപ വെച്ച് ഇൻഡെക്സ് ഫണ്ടിൽ ഒരു നിഫ്റ്റി 50 ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടിലും ഒരു 10 ലക്ഷം രൂപ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് കാറ്റഗറിയിൽ തെറ്റില്ലാതെ പെർഫോം ചെയ്യുന്ന ഒരു ഫണ്ടിലും 10 ലക്ഷം രൂപ ഒരു മൾട്ടി അസറ്റ് ഗോൾഡിൽ അടക്കം നിക്ഷേപിക്കുന്ന മൾട്ടി അസറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് പറഞ്ഞു. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് താരതമ്യേന ഒരു എബോവ് ആവറേജ് റിസ്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആവറേജ് റിസ്ക് എടുത്തുകൊണ്ട് എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഒരു മീഡിയം ടു ലോങ് ടേമിൽ തരാൻ സാധ്യതയുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം വെച്ച് ഈ 3 ഫണ്ടുകളിലും നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 6 വർഷമൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്തൊരു എമൗണ്ട് അതിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ആകെ 35ഉം 30ഉം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആകെ 65 ലക്ഷം രൂപ കൊണ്ട് അടുത്തൊരു 10 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 1,35,00,000 രൂപ അദ്ദേഹത്തിന് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി പോർട്ട്ഫോളിയോ, ഒരു ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് സെഗ്മെന്റിലുള്ള, ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പുമായിട്ടുള്ള സെഗ്മെന്റിലുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപിക്കാനായിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിന് സ്റ്റോക്കുകളിലും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറിയ ഒരു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ കൂടെ അതിൻ്റെ ഒപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമവുമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം നമ്മൾ റിട്ടയർ ആവുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾക്ക് കൃത്യമായിട്ട് സമയത്ത് പൈസ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അടുത്തൊരു 6 വർഷത്തെ കാര്യം വളരെ ക്ലിയർ ആണ്. കാരണം എന്താ, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ 3 മാസം കൂടുമ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള എമൗണ്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വരും. അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ കൃത്യമായിട്ട് എമൗണ്ട് പോക്കറ്റിലേക്ക് വരും. അതിൽ കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഡെറ്റ് ഫണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോയുടെ കാര്യം വളരെ ക്ലിയർ ആണ്. ഈ ഇൻവെസ്റ്റ്മെന്റ്
ഈ 2 കോടി ഇൻവെസ്റ്റ്മെന്റ് നാളെ തന്നെ ചെന്ന് ഇങ്ങനെ സ്പ്ലിറ്റ് ആക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇത് മെച്ചർ ആവുന്ന സമയത്ത് ഓരോന്നും വിഡ്രോ ചെയ്ത് അതാത് കാര്യങ്ങളിലേക്ക് ഫില്ല് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നമ്മളത് കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ വൈഫിനും കുറച്ച് FD ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് പോർട്ട്ഫോളിയോയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് സ്റ്റോക്കുകളിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന്മേൽ ഉണ്ടാകുന്ന ടാക്സ് കൊടുക്കുന്നത് നമുക്ക് പകുതിയാക്കി കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയി ചെയ്താൽ ഉള്ള ഗുണം. എപ്പോഴും നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുള്ള എല്ലാം കൊണ്ട് ഒരു സ്ഥലത്തേക്ക് ഇടുന്ന ഒരു പദ്ധതി ചെയ്യരുത്. ഇപ്പൊ ഒരു ബാങ്കിലാണ് ഇടുന്നതെങ്കിൽ എല്ലാ FDയും ഒരു ബാങ്കിൽ, ഒരു മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒരേ കമ്പനിയുടെ, അങ്ങനെയായിട്ട് ചെയ്യരുത്. പല കാര്യങ്ങളിലേക്ക് പല കമ്പനികളുടേതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റോക്കുകൾ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു 10 സ്റ്റോക്ക് വരെയുള്ള ഒരു പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിട്ടയർമെന്റ് ഗോളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓരോ മാസവും കൃത്യമായിട്ട് പൈസ കിട്ടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മറ്റുള്ള ഗോളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങളും അതിന്റെ കോർപ്പസും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അദ്ദേഹത്തിന്റെ ഭാര്യയും കൃത്യമായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആളുകൾക്ക് പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനും തീർച്ചയായിട്ടും ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ 2 കോടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മെഡിക്കൽ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷമൊക്കെ പോകാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാലത്തെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഹെൽത്ത് ചെലവുകൾ ഓരോ വർഷം കൂടുന്നതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതെ ഉള്ള ഒരു കളിക്ക് നിങ്ങൾ നിൽക്കരുത്. അതുപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ പല സ്ഥലങ്ങളിലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം. റെഗുലേറ്റഡ് അല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റുകളും ചെയ്യരുത്. മറ്റൊരാൾ ട്രേഡ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ മറ്റൊരു ജ്വല്ലറിയിൽ നിക്ഷേപിച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ബിസിനസ്സിൽ നിക്ഷേപിച്ച് ലാഭം ഉണ്ടാക്കാം എന്ന് പറയുന്ന ആളുകളൊക്കെ റിട്ടയർ ആയിട്ടുള്ള ആളുകൾ ഒരു കൈകൾ നിർത്തുന്നതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് പ്ലാനിങ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.